ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ശ്രീനഗർ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഷാലിമാർ ഗാർഡനിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഷാലിമാർ ഗാർഡനിൽ നല്ല ഭംഗിയായിരുന്നു, കാണാനൊക്കെ നല്ല രസമാണ്. മലയുടെ താഴെയുള്ള ഒരു നല്ല അടിപൊളി ഒരു ഗാർഡനാണ്. ഗാർഡനാണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, നല്ല രസമാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് മെയിൻ്റെനൻസ് നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ടർഫോളൊക്കെ കറക്റ്റായിട്ടായിരുന്നില്ല. അതുകൂടാതെ നമ്മൾ ആ ഏരിയ മുഴുവൻ ഫ്ലവേഴ്സൊക്കെ നല്ലോണം വെള്ളമൊന്നും അടിക്കാതെ ഒരു ഭംഗിയായിരുന്നില്ല. ടൂറിസ്റ്റ് ടൈം ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, സെപ്റ്റംബർ മാസം ആയതുകൊണ്ടായിരിക്കാം ഇത് ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു കേട്ടോ ഈ ഗാർഡനിൽ. പക്ഷേ ചില ഏരിയകളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ്. കാരണം ഈ മലയുടെ താഴെ ആയതുകൊണ്ട് തന്നെ ഈ ഗാർഡൻ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ മെയിൻ്റെനൻസ് വളരെ കുറവായിരുന്നു കേട്ടോ. ഒരാൾക്ക് 50 രൂപയും കണ്ടുണ്ട് ടിക്കറ്റിന്. പക്ഷേ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം, കുറച്ച് മലയാളികൾ നമ്മളവിടെ നിന്ന് മീറ്റ് ചെയ്തു, അവരായിട്ട് സംസാരിച്ചു. അവർ ടൂർ പാക്കേജ് വഴിയാണ് വന്നിരുന്നേച്ചത്. അപ്പോൾ അവരായിട്ട് അവർ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടാണ് വന്നിരുന്നേച്ചത്. ഇത് കണ്ടോ, ഇതുപോലെ മലയുടെ താഴെയുള്ള ഗാർഡനാണ്. ഫ്ലവേഴ്സൊക്കെ വളരെ കുറവായിരുന്നു, മെയിൻ്റെനൻസും വളരെ കുറവായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫോട്ടോ പോയിന്റുകളൊക്കെ ആയിരുന്നു. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ചെടികളൊക്കെ കണ്ടോ, കുറേ ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി, അതിന് വെള്ളമൊന്നും ഒഴിക്കാതെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ. കണ്ടോ, ഇതാണ് ഷാലിമാർ ഗാർഡനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളതൊക്കെ ഫോട്ടോ എടുത്തു. ചില പൂക്കളൊക്കെ നല്ല ഭംഗിയാണ്. കണ്ടു, ഈ ഏരിയ ആണ് ശരിക്കും മെയിൻ്റെനൻസിനൊക്കെ വേണ്ടി ഇട്ടിരിക്കുന്നത്. പ്രാവുകളൊക്കെ കയറി ഹട്ട് പോലത്തെ സ്ഥലമൊക്കെ ചീത്തായിരിക്കുകയാണ്. ഡാലികളൊക്കെ നല്ല രസമുണ്ട്, നല്ല വലിയ തരം ഡാലികളാണ്. കാരണം നല്ല തണുപ്പത്ത് നല്ലോണം പൂക്കൾ ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ടാണ് എന്ത് ഭംഗിയാണെന്ന് അറിയാമോ, പൂക്കളൊക്കെ ഭയങ്കര വലിയ സൈസാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചെറിയ സൈസായിരിക്കില്ലേ, പക്ഷേ അവിടെ ഭയങ്കര വലിയ സൈസുള്ള ഡാലികളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു പ്രത്യേക സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഇത്രയും വെയിലത്ത് നമുക്ക് ചൂട് ഒട്ടും അനുഭവപ്പെട്ടില്ല, കാരണം ചെറിയ കാറ്റോട് കൂടിയ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ജമന്തി പൂക്കളൊക്കെ ഒരുപാട് വൃത്തിയ ജമന്തി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡ് തന്നെയാണെങ്കിലും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഷാലിമാർ ഗാർഡനിലാണ്. ഷാലിമാർ ഗാർഡനിൽ കേട്ടോ പല സ്ഥലത്തും പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി. വെള്ളമൊഴിക്കൽ തന്നെ വളരെ കുറവാണ്, മെയിൻ്റെനൻസും കുറവായതുകൊണ്ടായിരിക്കാം. ഒന്നാമത് ടൂറിസ്റ്റ് ടൈം അല്ലാത്തത് കൊണ്ടായിരിക്കാം മെയിൻ്റെനൻസ് വളരെ കുറവായി കിടക്കുകയായിരുന്നു. അവിടെയുള്ള വാട്ടർഫോളൊക്കെ കണ്ടോ, വാട്ടർഫോളാണ് ആ കാണുന്നത്. അവിടെയൊന്നും ഒട്ടും വെള്ളമൊന്നുമില്ല, ഒട്ടും അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും അവർ ടിക്കറ്റിനൊക്കെ ക്യാഷ് മേടിച്ചു. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. കാരണം പുൽത്തകിടുകളിൽ അവിടെ വന്നിരുന്ന് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ കുറച്ച് നേരം ഷാലിമാർ ഗാർഡനിൽ റെസ്റ്റ് എടുത്തു. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. നമ്മൾ ദാൽ ലേക്കിലൊക്കെ പോയി. ദാൽ ലേക്കിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൽ നടക്കാൻ കുറച്ചാകുമ്പോൾ കുട്ടികളൊക്കെ കുറച്ച് ടയേർഡാവും. പക്ഷേ ഈ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്രയും നമുക്ക് ക്ഷീണം അനുഭവപ്പെടില്ല. പക്ഷേ ഇളയ ആൾ ഭയങ്കരമായിട്ട് ടയേർഡായി, അയാൾ ഉറക്കമായി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഷാലിമാർ ഗാർഡനിൽ നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്തു. മൂത്ത ആളാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു, ഓടി നടന്ന് അവനെല്ലാം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഓരോ സ്ഥലം കാണാൻ പറ്റുന്ന ആ ഒരു അവസരം കുഞ്ഞുങ്ങൾ ശരിക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. ഇളയാൾക്കാണെങ്കിൽ ഉറക്കക്ഷീണമായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ലുധിയാനയിൽ നിന്ന് വന്നതുകൊണ്ട് ഇളയാൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഇത് വാട്ടർഫോളൊക്കെ ആയിരുന്നു. ഈ ഏരിയകളൊക്കെ അവർക്ക് ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്തിടായിരുന്നു, പക്ഷെ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയില്ലാതെ തോന്നുന്നത്. പക്ഷെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നെങ്കിൽ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഷാലിമാർ ഗാർഡൻ. കാരണം മലയുടെ താഴെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഗാർഡൻ കാണാൻ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമേഘങ്ങളൊക്കെ കണ്ടോ നമുക്ക് കാണാം. നല്ല രസമുള്ള പൂക്കൾ, താഴെ നിറയെ പൂക്കളും മലകളും ഒക്കെയുള്ള നല്ല അടിപൊളി ഒരു ഗാർഡനിൽ ഇപ്പോൾ റോസാപ്പൂക്കളൊന്നുമില്ല. റോസാപ്പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി. കാരണം ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, ഒട്ടും മെയിൻ്റെനൻസ് ഇല്ല. അപ്പോൾ റോസാപ്പൂക്കളോ എല്ലാം കരിഞ്ഞു തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ട്രീസ് എന്ന് പറയുന്ന ട്രീ ഉണ്ട്. അപ്പോൾ അത് ഇല പൊഴിയുന്ന സമയത്തും പിന്നെ ഇല പൊഴിഞ്ഞ് നിൽക്കുമ്പോഴും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇല പൊഴിയണതിന് മുമ്പ് യെല്ലോ കളറിലെ ലീഫുകളായിരിക്കും അതിന്. അപ്പോൾ ഇല പൊഴിയണതിന് മുമ്പും ഇല വരുമ്പോഴും ഒക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് തന്നെയാണ് ആ താഴ്വരയ്ക്ക് ഇത്രയും ഭംഗി വരുത്താൻ ആ മേപ്പിൾ ട്രീസാണ് കാരണം. അപ്പോൾ മേപ്പിൾ ട്രീസിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഫോട്ടോസൊക്കെ എടുത്ത്
കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയാണ്. നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അത്രയ്ക്ക് രസമായിട്ട് തോന്നില്ല, ഫ്ലവേഴ്സൊക്കെ അത്രയ്ക്ക് ഭംഗിയില്ലാത്ത പോലെ തോന്നും. പക്ഷേ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ കാണാൻ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരുന്നു. ഓഗസ്റ്റ് മാസത്തെ ശരിക്കും നല്ല ഭംഗിയായിരിക്കും. ദേ മേപ്പിൾ ട്രീസിൻ്റെ ഇലകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇനി ശേഷം ഇതേകളുണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ റോഡ് സൈഡിലുള്ളൊരു ചെടിയാണ്. ഈ റോഡ് സൈഡിലുള്ള ചെടിയിൽ പൂവുണ്ടായിക്കണം. നോക്കി എന്ത് ഭംഗിയായിട്ട് കൊല കുത്തി പൂവുണ്ടായിക്കണം. നല്ല രസമുണ്ട്. ഇത് എന്ത് പൂവാണ് എന്ത് ചെടിയാണെന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ എടുത്തു. അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കാൻ നമ്മൾ വിചാരിച്ചേക്കണത് കാശ്മീരി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാശ്മീരിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ് മാരേജ് ഫുഡ്. അത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മേപ്പിൾ ട്രീസൊക്കെ ഉള്ളത്. നല്ല രസമാണ്. ഈ മലനിരകൾ ഇത്ര ഭംഗിയാകാൻ കാരണം മേപ്പിൾ ട്രീസുകളാണ്. നല്ല ഭംഗിയുള്ള ട്രീ ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു നല്ല അടിപൊളി ഒരു ഹോട്ടലിലെത്തി. ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡ് മാരേജ് ഫുഡ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. 2500 rupees ആയിട്ടോ ഈ ഫുഡിന്. ഈ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടുത്തെ ഫുഡ് അവിടുത്തെ ആൾക്കാർക്ക് നല്ല രസമായിരിക്കും. ഇതൊക്കെ നമ്മൾ ആടിൻ്റെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആടിൻ്റെ ആംസ് എടുത്തിട്ട് അത് അരച്ച് ഉണ്ടകളാക്കിയിട്ട് ബോൾസ് പോലെയും ഭയങ്കര ഇതാണ്. പക്ഷേ നമുക്കിതിൽ കഴിക്കാൻ പറ്റിയത് ആകെ ചോറും ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ച് സലാഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ബാക്കിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായെങ്കിലും നമുക്ക് ഈ ആടിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ കൊണ്ട് നമുക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ചിക്കൻ കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് ചോറൊക്കെ തിന്നാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പച്ചൻ്റെ സാറിൻ്റെ അടുത്താണ്. സാറിൻ്റെ വീട് അവിടെയാണ്, കാശ്മീരിലാണ്. അപ്പോൾ കാശ്മീരിലെ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് ആപ്പിളും അതുകൂടാതെ മാതൃനാരങ്ങയൊക്കെ ഉണ്ട് സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ സാറ് ഒരുപാട് പറിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ പഠിക്കുകയും ചെയ്തു. സാറായിട്ട് കുറേ നേരം എല്ലാവരും കൂടി കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആപ്പിളൊക്കെ പറിച്ച് ഒരുപാടൊക്കെ തിന്നാനൊക്കെ പറ്റി. അപ്പോൾ ആപ്പിളൊക്കെ പറിച്ച് 2-3 ഞങ്ങൾ ഹോട്ടലിലോട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു. നല്ല രസമുള്ള നല്ല ടേസ്റ്റിയുള്ള ആപ്പിളാണ് അവിടെ. നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ കടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ആപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ആപ്പിൾ. നല്ല ടേസ്റ്റാണ്. നമ്മൾ അത് ഇവിടെ വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. കാരണം ഇവിടെ വരുമ്പോഴേക്കും അത് ഇരുന്ന് ഒരു ഇതാകും. പക്ഷെ അവിടെ നിന്ന് പറിച്ചപ്പം തന്നെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാറിന് മോൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഇനി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഡേ അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സോൻമർഗിലേക്കാണ്. നല്ല ഭംഗിയുള്ളൊരു അടിപൊളി സ്ഥലമാണ് സോൻമർഗ്. സോൻമർഗിലേക്കുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.